പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ വഴികൾ അത്ഭുതകരങ്ങളാകുന്നു. ഞങ്ങളുടെ മാനുഷിക ചിന്താപഥങ്ങളിൽ നിന്നും വേർതിരിഞ്ഞാണ് അങ്ങയുടെ ബുദ്ധി വ്യാപരിക്കുന്നത്. അന്യരാജ്യത്ത് അഗതികളെ പോലെ കഴിഞ്ഞ ഈശോയും മറിയവും യൗസേപ്പും അശരണരും ഭവനരഹിതരും മർദ്ദിതരുമായവരുടെ കഷ്ടപ്പാടുകൾക്ക് അർത്ഥവും രക്ഷയും നൽകിയല്ലോ. എല്ലാ മനുഷ്യരുടെയും കഷ്ടതകളും വേദനകളും വേഗം നീങ്ങിപ്പോകുവാൻ അങ്ങ് കനിയണമേ. പരിശുദ്ധ മറിയമേ, നിത്യസഹായ മാതാവേ, എല്ലാ മനുഷ്യരും അങ്ങയുടെ ഉദാര മനസ്കത മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. എല്ലാവരുടെയും പിതാവായ ദൈവത്തെ ലോകത്തിലെ ഭരണാധികാരികൾ മനസ്സിലാക്കുകയും അവശരോടും നിർധനരോടും നീതി പുലർത്താനും കാരുണ്യം കാണിക്കാനും പഠിക്കുകയും ചെയ്യട്ടെ. ദയ അഭ്യസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടിയും വിജാതികൾ മുതലായവർ മനസ്സു തിരിയുവാൻ വേണ്ടിയും രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടിയും മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടിയും അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ അഭയം തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. വിവേകമതിയായ കന്യകേ, ദൈവിക വിവേകം ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ആമേൻ.